ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്താ നിങ്ങൾക്ക് അറിയണ്ടേ? ഞാൻ അമൃതം പൊടി വെച്ചിട്ട് നമ്മുടെ അംഗൻവാടിയിലൊക്കെ കുട്ടികൾക്ക് കിട്ടുമല്ലോ അമൃതം പൊടി കുറുക്കൊക്കെ ഉണ്ടാക്കാൻ. ആ അമൃതം പൊടി വെച്ചിട്ട് സ്പൈസി ആയിട്ടുള്ള 4 മണി പലഹാരമാണ് കേട്ടോ ഉണ്ടാക്കാൻ പോണത്. പിന്നെ നിങ്ങൾ വിചാരിക്കും അമൃതം പൊടി മധുരമൊക്കെ അല്ലേ, അയ്യോ അത് ടേസ്റ്റ് ഉണ്ടാകുന്നു കേട്ടോ. പക്ഷേ ഈ സ്നാക്സിനില്ലേ മധുരം കൂടി ആകുമ്പോഴാട്ടോ അടിപൊളി ടേസ്റ്റ്. അതുപോലെ തന്നെ ഇത് കഴിക്കുമ്പോഴില്ലേ അമൃതം പൊടിയാണെന്ന് ആരും പറയില്ല കേട്ടോ, മനസ്സിലാവില്ല കേട്ടോ. അത്രക്കും ടേസ്റ്റിയാണ്. പിന്നെ അമൃതം പൊടി വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിക്കണമെന്ന് ആരും പറയുകയും ചെയ്യില്ല കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ പുതുതായിട്ട് എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കല്ല കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ ഇതാട്ടോ എൻ്റെ അടുത്ത് അമൃതം പൊടി ഇതാണ്. അപ്പോൾ ഒരു പാക്കറ്റ് ഉണ്ട്. ഇതിന്ന് ഞാൻ കുറച്ചാട്ടോ എടുക്കുന്നുള്ളൂ. എങ്ങനെ ഉണ്ട് എന്നൊന്നും അറിയില്ല, എൻ്റെ ഐഡിയ വെച്ചിട്ടാട്ടോ ഞാനിത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു ബൗൾ എടുത്തിട്ട് അതിൽ അമൃതം പൊടി ഇടാട്ടോ. ഇനി കുറച്ച് ഇട്ടിട്ട് ഞാൻ ആവശ്യത്തിന് കുറച്ച് ഇട്ടിട്ടുള്ളൂ കേട്ടോ. ഒരു കപ്പ് അരക്കപ്പോളം ഇട്ടിട്ടുള്ളൂ. അപ്പോൾ അതിലോട്ട് 1 സ്പൂണ് അരിപ്പൊടി ആട്ടോ ഇട്ട് കൊടുക്കുന്നേ. പിന്നെ കുറച്ച് ഉള്ളി കട്ട് ചെയ്തും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കുട്ടികൾക്കൊന്നും ഒട്ടും മനസ്സിലാവില്ല കേട്ടോ. ഈ അമൃതം പൊടി വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിക്കിരുന്നത്. അതുപോലെ ഇതാ കുറച്ച് കറിവേപ്പിലയും കൂടിയും കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുകയാണേ. പിന്നെ ഞാൻ 1 സ്പൂണ് ടൊമാറ്റോ സോസ് ആട്ടോ ഇട്ട് കൊടുക്കുന്നേ. പിന്നെ അതുപോലെ ഒരു 1/2 സ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ 1 സ്പൂണോളം കാശ്മീരി മുളക് പൊടിയും കൂടി ആട്ടോ ഇട്ട് കൊടുക്കുന്നേ. അതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടോ അതും ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മുടെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ഒരു നുള്ള് ഗരം മസാലയും കൂടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് മിക്സാക്കി കൊടുക്കട്ടോ. എല്ലാ ഭാഗത്തും മിക്സാക്കിയതിന് ശേഷം കുറച്ചിച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊരു മാവ് രൂപത്തിലാക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ച് ഇതിങ്ങനെ ആക്കിയിട്ട് നമ്മൾ പൊക്കവടയൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കാമെന്നാട്ടോ വിചാരിച്ചേ. പക്ഷേ ഇതിങ്ങനെ കുഴച്ചപ്പോൾ നമുക്ക് ഒരു മാവ് രൂപത്തിലായിട്ട് നമ്മൾ ചപ്പാത്തി മാവ് പോലെ ആയിട്ടോ. അപ്പോൾ നമുക്ക് ഏത് ഷേപ്പിലായിട്ടും അത് ഉരുട്ടി കൊടുത്തിട്ട് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിങ്ങനെ ഒരു ബോളാക്കിയിട്ട് ഉരുട്ടിയിട്ട് ഞാനൊരു നമ്മുടെ ചതുരത്തിലാക്കിയിട്ട് അങ്ങനെ ഒരാക്കി നമുക്ക് എണ്ണയിലിട്ട് കൊടുക്കാം. അപ്പോൾ എങ്ങനെ ടേസ്റ്റ് അറിയില്ലല്ലോ എന്നൊക്കെ വിചാരിച്ചു. പിന്നെ എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ, ഇത് എണ്ണ ഒരുപാട് കുടിക്കുമോ എന്നൊക്കെ വിചാരിച്ചിരുന്നു കേട്ടോ. പക്ഷെ ഒട്ടുമില്ല കേട്ടോ, എണ്ണ ഒന്നും കുടിക്കുന്നില്ല കേട്ടോ. എണ്ണ അതിൽ പിടിക്കുന്നേ ഇല്ല. നമ്മളതിന്ന് എടുത്തതിന് ശേഷം എണ്ണ അതിന്ന് പെട്ടെന്ന് പോകുന്നുണ്ട് കേട്ടോ. അപ്പം ഞാനിതാ അതുപോലെ ഷേപ്പൊക്കെ ആക്കിയിട്ട് എണ്ണ ചൂടായി കഴിയുമ്പോൾ ഞാൻ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്കൊന്ന് സ്ലോ ആയിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. പൊട്ടിപ്പോകുമെന്ന് ഒരിതുണ്ടല്ലോ. അപ്പോൾ ചിലപ്പോൾ പൊട്ടിപ്പോയാലേ നമ്മളധികം കൂടുതൽ അതിലൊന്നും ഈ മൈദ അങ്ങനെയുള്ളതൊന്നും ചേർക്കുന്നില്ലല്ലോ. അപ്പോൾ ഇതട്ടോ, എന്നിട്ട് നമുക്ക് ഇങ്ങനെ വെന്ത് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ അപ്പുറം മറിച്ചിട്ട് കൊടുത്താൽ ഇതട്ടോ അടിപൊളിയായിട്ട് ഇതാ സ്നാക്സ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾ സ്കൂളിൽ വരുമ്പോഴൊക്കെ കൊടുക്കാൻ പറ്റിയ അടിപൊളി സ്നാക്സാണ് കേട്ടോ. അപ്പോൾ ഞാനിത് ഉണ്ടാക്കിയത് എന്ന് വെച്ചാൽ എൻ്റെ അടുത്ത് നമ്മുടെ അംഗൻവാടി ടീച്ചറില്ലേ, എൻ്റെ അടുത്ത് അമൃതം പൊടി വെച്ചിട്ട് എന്തെങ്കിലും, എനിക്കല്ല അങ്ങനെ അമ്മമാർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വരാൻ പറഞ്ഞിരുന്നു കേട്ടോ. അപ്പോൾ എന്നെപ്പോലെ കുറേ പേര് അവിടെ ഉണ്ടാക്കി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കൊണ്ടുവരാൻ പറഞ്ഞിരുന്നു, ഒരു ടൈം പറഞ്ഞിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളവിടെ അടുത്താണ് അംഗൻവാടി, ഒരു 5 മിനിറ്റ് നടന്നാൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ ഉച്ചക്ക് വേഗം ഉണ്ടാക്കിയിട്ട് ഓടിപ്പോവാണ് കേട്ടോ. അപ്പോൾ ഇതാ അംഗൻവാടിയൊക്കെ കേട്ടോ. അവിടെ ചെന്നപ്പോൾ എന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുക കേട്ടോ. അവരെല്ലാവരും കുറേ പേരുണ്ട്, അപ്പോൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു. അപ്പോൾ അവിടെ ടേബിളിൽ കുറേ ഐറ്റംസ് വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഓരോ സ്നാക്സുകൾ, എൻ്റെ സ്നാക്സ് ഇതാ, വേറെയും പിന്നെ കുറേ സ്നാക്സുകളും അതുപോലെ അല്ല വൈറ്റമിൻ, മറ്റേ ക്യാരറ്റ്, പരിപ്പ് അങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലെ ലഡു, പിന്നെ എന്തോ മുരിങ്ങയും കൊണ്ട് അങ്ങനെ പലതും ഐറ്റങ്ങളും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും അത് ടേസ്റ്റൊക്കെ നോക്കി പലരും പല ടേസ്റ്റും ഒക്കെയാണ്. അപ്പോൾ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാനവിടെ കൂടുതൽ നേരമൊന്നും നിന്നില്ല കേട്ടോ. ഞാൻ മോനെ ഉറക്കിയിട്ട് ഓടിപ്പോയതാണ്. അപ്പോൾ ഞാൻ വേഗം അത് കൊടുത്തിട്ട് ഞാൻ വേഗം പോന്നു കേട്ടോ. അപ്പോൾ അംഗൻവാടിയുടെ പുറം ഭാഗം കേട്ടോ ഇവിടേക്ക് ഇങ്ങനെ കാണിക്കുന്നത്. ഇവിടേക്ക് കുറേ സ്പേസും ചെറിയൊരു മുറ്റൊക്കെ ആയിട്ട് ഇതാ അങ്ങനെ ഒരു വ്യൂ ആട്ടോ. കുഴപ്പമൊന്നുമില്ല, അടിപൊളിയാണ് അംഗൻവാടി. അത്യാവശ്യം കുട്ടികളും എല്ലാം ഉണ്ട് കേട്ടോ. ഇനി മോനെ കുറച്ചും കൂടി 3 വയസ്സൊന്നും ആയിട്ടില്ലല്ലോ, അവനെ കുറച്ചും കൂടി കഴിഞ്ഞാലൊക്കെ ആക്കി കൊടുക്കണം. അതിന് ശേഷം ഇതാ പിന്നെ വൈകുന്നേരം ആയിട്ടോ. അതിന് ഉച്ചൻ്റെ ടൈമല്ല പോയിരുന്നത്. പിന്നെ വൈകുന്നേരമായി മോള് സ്കൂളൊക്കെ വിട്ട് വന്നിട്ടോ. അപ്പോൾ കുറച്ചും കൂടിയും ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനത് എടുത്തിട്ട് കുറച്ച് ടൊമാറ്റോ സോസൊക്കെ കൊടുത്ത് തന്നെ എന്ത് സംഭവങ്ങളും അവർ ഇതിൽ ടച്ച് ചെയ്തിട്ട് കഴിക്കും കേട്ടോ. കുട്ടികൾക്ക് പിന്നെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ കുറേ
സോസ് അവിടെ വാങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവൾ സ്കൂളിൽ വന്നപ്പോൾ ഇങ്ങനെ ടേബിളിൽ കളിച്ചിരിക്കുകയാണ്. അപ്പോൾ അവൾക്ക് ഞാൻ കൊടുത്തപ്പോൾ ആദ്യം ഇങ്ങനെ കഴിച്ചിട്ടോ, പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ അതിൽ ഒപ്പി കേൾക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ രസമുണ്ട്. അപ്പോൾ സംഭവം അടിപൊളിയാണ്. ഗൈസ് ഉള്ളിലൊക്കെ നല്ല സ്മൂത്തായിട്ടും പുറം കുറച്ച് ഒരു ക്രിസ്പി ആയിട്ടുള്ളൊരു സംഭവമൊക്കെയാണ് കേട്ടത്. പിന്നെ എരിവും മധുരവും ഒക്കെ കൂടിയിട്ടുള്ള ഒരു സ്നാക്സും കൂടിയാണ് കേട്ടത്. അപ്പോൾ ഞാനും കഴിച്ചിട്ട് നമുക്ക് ഒരു പ്രത്യേക ടേസ്റ്റും കൂടിയാണ് കേട്ടോ ഇത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ല കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ ഓക്കെ, ബൈ.